ഹായ് ഗൈസ്, മണി മേക്കിംഗ് ടിപ്സ്. ഈ വർഷം എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം. ഞാൻ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യാറില്ല, പക്ഷെ ലൈഫ് അഡ്വൈസ് ആണല്ലോ നമ്മുടെ ടോപ്പിക്. മെന്റലി സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത് പോലെ ഇമ്പോർട്ടന്റ് ആണ് ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളത്. നമുക്ക് ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന് പറയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 0 to 100. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നേരെ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. വെറുതെ ടൈം കളയേണ്ട കാര്യമില്ല. ഞാൻ ഏതൊക്കെ സ്റ്റെപ്പ് ഏത് സമയത്താന്നുള്ള ടൈം ലാപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഹൈ പേയിങ് ഓൺലൈൻ സ്കില്ലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അത് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തുടങ്ങണേക്ക് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഫൈനാൻഷ്യൽ അഡ്വൈസറോ ഒരു തരത്തിലും മണിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പേഴ്സണൽ അറിവ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ അറിവുള്ളവരുണ്ടാവുമായിരിക്കാം. ഞാൻ പറയണത് തെറ്റാന്നുള്ള കോൺസെപ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൽ വരണത്, നിങ്ങൾക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം വീട്ടുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 0 to 100ലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് കടം ഉണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവിലാണ് കിടക്കുന്നത്. അത് ആദ്യം 0ലേക്ക് വരണം, എന്നിട്ട് വേണം അതിന് മുകളിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ കടം വീട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. കടം എന്നും നമുക്കൊരു ബാധ്യതയാണ്. എനിക്കറിയാം, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഉള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരുപാട് സമയം എടുക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷം മാത്രം 1ൽ നിന്ന് തുടങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ കടം ഉണ്ടായാലും അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണതും അതൊക്കെ കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ കടം വീട്ടുള്ളൂ. ശരിക്കും ആദ്യം നമ്മുടെ കടമാണ് വീട്ടിൽ പോകേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ വാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഡോപ്പമിന്റെ ഒരു കിക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ ജീവിച്ചു പോവുക, സർവൈവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ്, നമ്മുടെ ബേസിക് നീഡാണ്. ഞാൻ ഇന്നേ വരെ EMI ലോണോ അങ്ങനെ ഒരു കടം എന്ന് പറഞ്ഞ സംഭവം ഞാൻ എടുത്തിട്ടില്ല. എടുക്കാറുണ്ട്. എനിക്ക് ട്രസ്റ്റബിൾ ആയ 1-2 പേഴ്സൺസ് ഉണ്ട്. അവരുടെ അടുത്ത് മാത്രം ഞാൻ ഫൈനാൻഷ്യൽ ഇടപാടുകൾ നടത്താറുള്ളൂ. 1 മാസം 2 മാസം അതിലും കൂടിപ്പോയ എൻ്റെ കയ്യിൽ വേറൊരാളുടെ പൈസ ഉണ്ടാവില്ല. അത് തന്നെ ഒരു ഫ്രീഡാണ്. അതുപോലെ തന്നെ മാക്സിമം കടം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിനുള്ള പ്രിവിലേജ് ഉണ്ടാവില്ല എന്നറിയാം, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുക. കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കണതും ചെയ്യണതും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. കടം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒന്നിനും തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ EMI എടുക്കുമ്പോൾ, ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസയാണ്. അത് നമ്മൾ ബാങ്കിന് കൊണ്ടുപോയി കൊടുക്കുന്നത് ഏകദേശം നമ്മൾ എടുത്ത തുകയുടെ ഇരട്ടി തുകയൊക്കെയാണ് ചില സമയത്ത് നമ്മൾ കൊടുക്കണം. അത്രയും എമൗണ്ട് നമ്മൾ വർക്ക് ചെയ്തതും നമ്മുടെ ടൈം സ്പെൻഡ് ആയതൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇനി അഥവാ എടുത്താൽ തന്നെ അത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള സെറ്റപ്പിൽ എടുക്കുക. 1 year 2 year അതാകുമ്പോൾ നമുക്ക് അധികം ഇൻട്രസ്റ്റ് വരില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ്, സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനാ ഞാൻ പറഞ്ഞത്, നമ്മൾ കടങ്ങളൊക്കെ വീട്ടണം, എന്നാലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സേവ് ചെയ്താലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ നമ്മൾ സേവ് ചെയ്യുക. എത്ര ചെറിയ എമൗണ്ട് ഓഫ് സാലറി ആയാലും അതിൽ നിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇന്ന് വാങ്ങിക്കുന്ന സാലറി ആയാലും ഇതിനേക്ക് മുമ്പ് 5000 9,000 ഒക്കെ വാങ്ങിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അന്നും ഞാൻ പറ്റാവുന്ന ഒരു എമൗണ്ട് മാറ്റി വെക്കും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാസം അവസാനം ആകുമ്പോൾ 20ാം തീയതി ആകുമ്പോൾ 22ാം തീയതി ആകുമ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ സാലറി ഉള്ളവർ എൻ്റെ അടുത്ത് കടം ചോദിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അതൊരു പക്ഷെ എൻ്റെ പ്രിവിലേജ് ആയിരിക്കാം. എൻ്റെ ഫാമിലി കുറച്ച് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു, അതിൻ്റെ ആയിരിക്കാം. എന്നാലും നിങ്ങൾക്ക് കഴിയണത് മാക്സിമം മാറ്റിവെക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ ആവശ്യമില്ലാത്ത വള്ളിയൊന്നും കയറി പിടിക്കാതിരിക്കുക. ഈ ഓൾറെഡി കടത്തിൽ നിന്ന് കരകയറാതെ നമ്മൾ കല്യാണം കഴിക്കാൻ നോക്കുക, ഒരു വീട് വെക്കാൻ നോക്കുക, ഒരു കാർ എടുക്കാൻ നോക്കുക. നമ്മൾ കടത്തിന്റെ മേൽ കടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ നമുക്ക് കടമൊന്നും ഇല്ലെങ്കിലും എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഫാമിലിയിൽ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. അവരുടെ പാർട്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. എനിക്കറിയാം ചിലവരുടെ കാര്യത്തിൽ അത് പറ്റില്ല. അവർ മാത്രമായിരിക്കും അവരുടെ ഫാമിലിയിൽ ഓൺലി സോഴ്സ് ഓഫ് ഇൻകം. അവരുടെ വീട്ടുകാരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മറ്റാരെങ്കിലും ജോലിക്ക് പോകാൻ പറ്റിയ അവസ്ഥയൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ കേസ് ഓക്കെ. എന്നാലും നമ്മൾ മാക്സിമം ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് എല്ലാ ചെലവും കയറി ഏൽക്കാതിരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേര് പൈസ ചെലവാക്കാനുണ്ടെങ്കിലും സ്വയം എല്ലാ പൈസ ചെലവാക്കി മെയിൻ ആവാൻ നോക്കുന്നവര്, വില പിടിച്ച് പറ്റാൻ നോക്കുന്നവര്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കഴുകന്മാര് നമ്മുടെ പിന്നാലെ വരും, നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി 4ാമത്തെ സ്റ്റെപ്പ്, ഇത് കടമുള്ളവർക്ക് സേവ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. കടയില്ലാത്തവർക്കും അവരുടെ സേവിങ്സ് കൂട്ടാൻ ഇത് നല്ലൊരു മാർഗ്ഗമാണ്. ഒരു പാസീവ് ഇൻകമിനുള്ള രീതിയാണ് ഞാൻ പറയണത്. എന്തെങ്കിലും ഒരു ഓൺലൈൻ സ്കില്ല് പഠിക്കുക. ഇഷ്ടം പോലെ സ്കിൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇഷ്ടം പോലെ ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊന്നും പഠിക്കാൻ നമുക്ക് ഇന്ന് കാശ് പോലും കൊടുക്കണ്ട. പല കോഴ്സസ് ഇന്ന് യൂട്യൂബിൽ ഫ്രീ ആണ്. അത്തരത്തിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾ വെച്ച് ആമസോൺ കിൻഡിൽ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹൈ പേയിങ് ഓൺലൈൻ സ്കിൽ ഇതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തെടുത്ത് ക്രോമിൽ പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്വിറ്ററിൽ പേസ്റ്റ് ചെയ്യുക. ഇൻ കേസ് ഈ ലിങ്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എനിക്ക് DM അയച്ചാൽ മതി. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വൺ ഡിമാൻഡാണ് ഇനി വരാൻ പോണത്. ഇപ്പൊ ഞാൻ തന്നെ കുറച്ചും കൂടി വ്യൂസ് മോണിറ്റൈസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എഡിറ്റിങ്ങിന് ഒരാളെ വെക്കും. മേ ബി
അതുപോലെ ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഇനി വരാൻ പോണ കാലം ഫുള്ള് ഓൺലൈനിലാണ്. അപ്പൊ ഓൺലൈനിൽ നമ്മൾ പഠിക്കുന്ന ഓരോ സ്കില്ലും നാളെ പേ ഓഫ് ചെയ്യും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കൂ, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ കുറെ ട്രൈ ചെയ്ത് നോക്കിയതാ. നിങ്ങളെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ഹാർഡ് വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം അല്ലെങ്കിൽ ജോലിക്ക് അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം അത് പ്രൊഡക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തോ, ആരും നമ്മളോട് മിണ്ടണില്ല, അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറി, അതൊക്കെ ആലോചിക്കെടുക്കുന്ന സമയം മതി. നമുക്ക് പ്രൊഡക്റ്റീവായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ തോട്ട്സിനെ മാറ്റിവിടാം. അപ്പോൾ ഇഷ്ടം പോലെ കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസ് എന്താണെന്ന് കറക്റ്റായിട്ട് മൊത്തം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ സെർച്ച് ചെയ്താൽ കിട്ടും. യൂട്യൂബിലും ട്വിറ്ററിലും ഒക്കെ നിങ്ങൾ അതിനു വേണ്ടി ടൈം മാറ്റി വയ്ക്കാൻ മാത്രം തയ്യാറായാൽ മതി. കുറച്ച് അൺകംഫർട്ടബിൾ ആവാൻ പഠിക്കുക. ഇപ്പൊ നമ്മൾ വല്ലാതെ കംഫർട്ട് സോണിലാണ് ജീവിക്കണം. പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ വേട്ടയ്ക്ക് വേണ്ടി പോയാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു പർപ്പോസ് ഉണ്ട്. ഇന്ന് നമുക്ക് എല്ലാം വിരൽ തുമ്പിൽ കിട്ടുന്ന കാരണം നമുക്ക് ലൈഫിൽ ഒരു പർപ്പോസ് ഇല്ല. എന്ത് ചെയ്യാനായാലും പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞ് ലൈഫ് ഫുള്ള് ബോറടിയാണ്. അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ ഇതിലേക്ക് നല്ല കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്കില്ലിനെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള കഴിവിനെ നിങ്ങൾ ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും നിങ്ങൾക്കൊരു കഴിവില്ല. എനിക്കും കഴിവുണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും വർഷം ജീവിച്ചല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഇത്രയും വർഷങ്ങൾക്കിടയിൽ. ആ ഒരു കാര്യത്തിൽ നമുക്ക് ബാക്കിയുള്ളവരെക്കാട്ടിലും അറിവ് ഇത്തിരി കൂടുതലായിരിക്കും. ചിലവർക്ക് അത് കാർസിനെ കുറിച്ചായിരിക്കും, ചിലവർക്ക് അത് ഫുട്ബോളിനെ കുറിച്ചായിരിക്കും. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വർഷം ജീവിച്ചില്ലേ, അതിലെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ആ ഒരു കാര്യം അതിന് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക. പല രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. യൂട്യൂബിൽ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം, ട്വിറ്ററിൽ ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. നിങ്ങളുടെ ഓഡിയൻസ് ആണ് നിങ്ങളുടെ മണി. ആദ്യമൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് ഇത് വെച്ച് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എനർജി മാത്രം കാണിച്ചാൽ മതി. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സമയത്താണ് ജീവിക്കുന്നത്. 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ് അവർക്കൊന്നും മാർക്കറ്റ് ചെയ്യാൻ അധികം ഓപ്ഷൻസ് ഇല്ല. അവർക്ക് വീടുകളിൽ നടന്ന് മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പരസ്യം വെച്ച് മാർക്കറ്റ് ചെയ്യണം. ഇന്ന് വളരെ സിമ്പിളാണ്. ഒരു ഫോൺ എടുത്ത് ഇതുപോലെ റെക്കോർഡ് ചെയ്താൽ മതി. ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് ഉണ്ടാവുള്ളൂ. ഇനി വരാൻ പോണ കാലത്ത് ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാ സോഷ്യൽ മീഡിയ ആപ്സും പൈസ ഉണ്ടാക്കുന്നത് നമ്മളെ വെച്ചാണ്, നമ്മുടെ ടൈം വെച്ചാണ്, നമ്മുടെ അറ്റൻഷൻ വെച്ചാണ്. നാളെ അവർ പതുക്കെ അത് മോണിറ്റൈസ് ചെയ്ത് വരും. അപ്പൊ മാക്സിമം ഇപ്പോഴുള്ള സമയം അത് യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കടമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എത്രയൊക്കെ പൈസ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പൈസയുടെ മൂല്യം കുറഞ്ഞു വരും. നിങ്ങൾക്കറിയാലോ ഓരോ ദിവസം കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടി വരികയാണെന്ന്. ഇന്ന് 1 ലക്ഷത്തിന് കിട്ടുന്ന സാധനങ്ങൾ നാളെ 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും. കാരണം അത്രയും ഹൈ ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. സാധനങ്ങളുടെ വില അത്രയും കുതിച്ചു ഉയരാണ്. അപ്പൊ നിങ്ങൾ വെറുതെ സേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇൻഫ്ലേഷൻ റേറ്റ് തന്നെ 6%, 7% കണ്ടാണ് ഓരോ ഇയറും. ആ കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അപ്രോക്സിമേറ്റ് പറഞ്ഞതാ. നിങ്ങൾ സാധാരണ ഒരു FDയിൽ സേവ് ചെയ്താൽ നിങ്ങൾക്ക് 8% കിട്ടുക. വെറുതെ നിങ്ങളുടെ കയ്യിൽ വെച്ചാലോ അത് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങൾ തറവായിട്ട് യൂട്യൂബിൽ തന്നെ പഠിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റോ ഒന്നുമല്ല. പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ കൂടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 10 കൊല്ലം മുമ്പ് ഒരു സാധനത്തിന് 10 രൂപയാണെങ്കിൽ ചായയൊക്കെ കുടിക്കാൻ ആദ്യം 10 രൂപ 20 രൂപയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു 3-4 പേരും കൂടി, നാട്ടിൽ പോയപ്പോൾ 3-4 പേരും കൂടെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ അവിടെ വന്ന ബില്ല് 250-300 ഒക്കെയാണ്. അപ്പോൾ അത് കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങണതാണ്. അതിൽ നിങ്ങൾ സേഫായ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ എന്തായാലും ഗ്രോ ചെയ്യും ലോങ് ടേമിലേക്ക്. നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുക. നല്ല കമ്പനീസ് ഏതാണെന്ന് തിരഞ്ഞ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് നിഫ്റ്റി 50ൽ വരുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് 50 കമ്പനീസിന്റെ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് ആണ്. അതിന്റെ വളർച്ച നമ്മൾ 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് എടുത്ത് നോക്കിയാൽ അത് മുകളിലേക്കേ പോയിട്ടുള്ളൂ. അത് നമ്മുടെ പൈസയുടെ മൂല്യം പോലെയാണ്. അതൊരിക്കലും തിരിച്ചു വരില്ല. ചിലപ്പോൾ ഷോർട്ട് ടേമിൽ നാളെയും മറ്റന്നേ എടുത്ത് നോക്കിയാൽ അത് ചിലപ്പോൾ താഴെ പോയിട്ടുണ്ടാവും. 1 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കിയാൽ താഴെ പോയിട്ടുണ്ടാവും. അതൊരു 5-10 കൊല്ലത്തെ ലോങ് ടേമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളർച്ചയേ ഉണ്ടാവുള്ളൂ ഡെഫിനറ്റ്ലി. അതുപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാതെ തന്നെ ഗവൺമെന്റിന്റെ ബോൺസ് ഉണ്ട്. SGP എന്ന് പറഞ്ഞ സോവറിൻ ഗോൾഡ് ബോൺസ്. അതാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പലിശ കിട്ടും. നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണം, പണിക്കൂലി കൊടുക്കണം. ഇതാകുമ്പോൾ ഇതിന്റെ അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യും. 1 കൊല്ലം 2 കൊല്ലം കൂടുമ്പോൾ പൈസ കൂടുകയും ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് ഇങ്ങോട്ട് പലിശ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് സാധാരണ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ആപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. ട്രേഡിങ് പക്ഷെ പഠിച്ച് നല്ല രീതിയിൽ വേണം ചെയ്യാൻ.
ട്രേഡിങ്ങിൽ പൈസ നേടുന്നവരെക്കാട്ടിലും കൂടുതൽ പൈസ നഷ്ടപ്പെടുന്നവരാണ്. അതെന്ന് വെച്ച് നിങ്ങൾ പേടിച്ച് മാറ്റി നിർത്തല്ല വേണ്ടത്, അതിനെ കുറിച്ച് പഠിച്ച്. അതൊരു ഇമോഷണൽ കൺട്രോളിന്റെ കളിയാണ്. ഞാൻ ഒരുപാട് ട്രേഡ് ചെയ്ത് പൈസ കളഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സിമ്പിളായി ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് പ്രോപ്പറായ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ട്രേഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ പോയി ആ പൈസ തിരിച്ച് നേടുന്നുണ്ട് പിന്നെയും പൈസ ഇട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാവണം. അതാ നമ്മുടെ ഇമോഷണൽ കൺട്രോളും നമ്മുടെ മെന്റൽ സ്ട്രെങ്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ലക്കി ഭാസ്കറിൽ പറയുന്ന പോലെ എവിടെ നിർത്തണം എന്ന് അറിയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ് ചെയ്താലും നമ്മളത് എന്തെങ്കിലും അത്യാവശ്യം കാരണം പൈസ മറക്കാൻ ചെയ്തതാണെന്ന് വെക്കുക. അപ്പോൾ ഒരു വട്ടം ചെയ്തു 2 വട്ടം ചെയ്തു പൈസ കിട്ടുന്ന ആ ഒരു സുഖം അറിഞ്ഞു, ആ ഒരു പൈസയുടെ ഒരു പ്ലഷർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അത് ചെയ്യും. അപ്പോൾ 3ാമത്തെ വട്ടം ചിലപ്പോൾ പിടിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ, അല്ലാണ്ട് ഇല്ലീഗൽ ബിസിനസ് ചെയ്യണമെന്നല്ല. അപ്പോൾ ഈ ട്രേഡിങ്ങിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ നിർത്തണം എന്ന് അറിയണത്, നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയണത്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വീഡിയോ വേണമെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അതൊക്കെ അത്യാവശ്യം നല്ല ക്യാഷ് ഉള്ളവർക്ക് പറ്റുള്ളൂ. അത്രയും ക്യാഷ് ഉള്ളവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഓപ്ഷൻസ് പറയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സോഷ്യൽ സ്കില്ലാണ്, ആൾക്കാരാണ്. ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് പൈസയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൈസ എവിടെ നിന്ന് വരണമെന്ന് അറിയോ? മറ്റുള്ളവരുടെ പൈസയാണ്, ആൾക്കാരുടെ പൈസയാണ്. നമ്മളൊരു സ്കില്ലിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസ് വേണം. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ള ട്രേഡേഴ്സ് വെച്ചാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യണത്. നമ്മളിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഇത് കാണാൻ ആൾക്കാർ വേണം. അപ്പോൾ ഓഡിയൻസ് ഇല്ലാതെ ഒരു കളി നടക്കില്ല. അപ്പോൾ സോഷ്യൽ സ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാക്സിമം കാണുന്ന ആൾക്കാരോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് പോലും ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അപ്രതീക്ഷിതമായിട്ട് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യണത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ ഇഷ്ടംപോലെ പേഷ്യൻസ് വരും. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം പോർഷ് ഏരിയ ആണ്. അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ലെവൽ പേഷ്യൻസ് ആണ്. യൂറോപ്യൻസ്, അതുപോലെ അമേരിക്കൻസ്, നല്ല റിച്ച് ആയവരാണ്. അപ്പോൾ അവരായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോണ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. എന്നിട്ട് എന്നാൽ ഞാൻ റിച്ച് ആവാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ജേർണി തുടങ്ങി പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞാനും ചിലപ്പോൾ ഇവരായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. ഞാനും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞു വരണത്. ഈ സോഷ്യൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് ഞാൻ പഠിച്ചു വരണുള്ളൂ. സോ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. നമുക്ക് മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല ഐഡിയാസ് ഉണ്ടാവും, പലർക്കും പല ഇൻകം സ്ട്രീം ഉണ്ടാവും. ഒരിക്കലും നമ്മളറിയാത്തൊരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി, നമ്മളറിയാത്തൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി, അങ്ങനെ പലതും നമുക്ക് കിട്ടും. സോ മാക്സിമം ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്യാൻ നോക്കുക. ഞാൻ എൻ്റെ കഴിഞ്ഞ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ സ്കില്ല്. അതില്ലാതെ നിങ്ങൾക്ക് ഒരു ഓഡിയൻസിന് ഒരു എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ ഒരു റൂമിന്റെ അകത്ത് അടച്ചു പൂട്ടിയിരുന്ന് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ന് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഫസ്റ്റ്. സോ ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കമന്റ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയി വീഡിയോ വേണമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ എപ്പോഴും ഹാപ്പിയാണ്. സോ ഫീൽ ഫ്രീ ടു കമന്റ് ഇറ്റ് ഡൗൺ.